Hi friends, welcome to SJTutorialsLive. Calicut യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എക്സാമിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ ചലാൻ അടയ്ക്കേണ്ടതുണ്ട്. ഈ ചലാൻ അടയ്ക്കുമ്പോൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ടത് ₹1 മാത്രം അല്ലെങ്കിൽ ₹2 മാത്രം ചലാൻ അടച്ച് ആദ്യം ചെക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഫുൾ പേയ്മെൻറ്റ് അടച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് പോവാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ₹1 ആദ്യം ചലാൻ അടച്ചതിന് ശേഷം ചെക്ക് ചെയ്യുക ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ഡിസ്റ്റൻസിൻ്റെ എക്സാമിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുക. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അതിൽ കയറിയതിന് ശേഷം കുറച്ച് താഴേക്കെടുത്താൽ നടുഭാഗത്തായിട്ട് നമുക്ക് പരീക്ഷാ ഭവൻ എന്നുള്ളൊരു സെക്ഷനിൽ രജിസ്ട്രേഷൻ കാണാം. ആ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഏതൊക്കെയാണ് എക്സാമുകൾ നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ നമ്മുടെ കോഡ് നോക്കുക. ഇവിടെ കോഡ് 1829 ആണ്. നമുക്ക് ഹോമിലേക്ക് വന്നതിന് ശേഷം ഇ പേയ്മെൻറ്റ് സെക്ഷനുണ്ട്. ഹോമിൽ ഇ പേയ്മെൻറ്റ് സെക്ഷൻ, അതിൽ നമ്മൾ ചെയ്യേണ്ടത് 1829 എന്നുള്ള നമ്മുടെ സെക്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, നെയിം കൊടുക്കുക, അതിനുശേഷം അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുക്കുമ്പോൾ തെറ്റരുത്. അതിലേക്കാണ് നമ്മുടെ OTP കാര്യങ്ങളെല്ലാം വരാനുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം. മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ IDയും തെറ്റിക്കാതെ തന്നെ കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തും കൊടുക്കാം, / ഇട്ട് കൊടുത്താൽ മതി. ദെൻ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു എക്സാമിന് ₹500 രജിസ്ട്രേഷൻ ഫീ. ഇനി ഒരു പേപ്പറാണ് എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ ₹175 അടക്കണം. അപ്പോൾ 500 + 175 ₹675. ഒരൊറ്റ എക്സാമാണ് നിങ്ങൾക്ക് എഴുതാനുള്ളൂ എന്നുണ്ടെങ്കിൽ ₹675 അടക്കണം. അതല്ല നിങ്ങൾക്ക് ഫുൾ എക്സാമും ഒരു സമ്മിൽ 5 എക്സാം എഴുതാനുണ്ട് എന്നുണ്ടെങ്കിൽ 500 രജിസ്ട്രേഷൻ, പിന്നെ ഒരു എക്സാമിൻ്റെ 175, ബാക്കിയുള്ള 4 പേപ്പറിനും ₹100 വെച്ച്, അങ്ങനെ 5 എക്സാമിന് 1075 ₹1075 നിങ്ങൾ ചലാൻ കെട്ടണം. ഓക്കെ, അപ്പോൾ 175 ഒരൊറ്റ എക്സാം എഴുതാനാണ്. ബാക്കി എല്ലാ പേപ്പറിനും ₹100 വെച്ചാണ് അടയ്ക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നമ്മൾ രജിസ്ട്രേഷനിലേക്ക് വരുന്നു. എന്നിട്ട് ഇവിടെ 1075 എന്ന് കൊടുക്കുന്ന എമൗണ്ട് ടൈപ്പ് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഇങ്ങനെ ഒരു അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ₹1 അടച്ച് ചെക്ക് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പേയ്മെൻറ്റ് സെക്ഷനിൽ ഞാൻ SBI ഗേറ്റ്വേ എടുക്കുകയാണ്. SBI പേയ്മെൻറ്റ് ഗേറ്റ്വേ എടുക്കുകയാണ്. അത് നമുക്ക് ഗൂഗിൾ പേയോ മറ്റോ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. അതിൽ ഭീം UPI ഉണ്ട്. അതിൽ ആ ഭീം UPI സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഗൂഗിൾ പേയുടെ UPI ID എന്താണെന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കണം. UPI അടിച്ചു കൊടുത്താൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് വരും. അത് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ. അതിൽ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ത്രൂ നടത്താൻ പറ്റും. ഓക്കെ, പിന്നെ ഒന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് ലോഡായി വരും, പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കാൻ, മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് സെക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. മാക്സിമം സിസ്റ്റത്തിൽ തന്നെ ചെയ്യാൻ നോക്കുക, എങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് സെക്ഷൻ കറക്റ്റായിട്ട് ലോഡാവുന്നുള്ളൂ. ഇപ്പോൾ പേയ്മെൻറ്റ് ഡണ്ണായി. ഇനി ചലാൻ ലഭിച്ചു. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചലാൻ. ഇനി വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കാം. ഇത് പ്രിൻ്റ് എടുക്കണം നിർബന്ധമായും. എന്നിട്ടത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാനുള്ളതാണ്. ഈ ഒരു കോപ്പി പ്രിൻ്റ് എടുക്കുക. ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ കാണാം, ഹോം കാണാം. അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഞാൻ താൽക്കാലികമായി ഹോം അടിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ പെയിൻറ്റിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സേവ് ചെയ്ത് വെക്കാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലും അതുപോലെ മെയിലിലും വന്നിട്ടുണ്ടാകും. എങ്കിലും ഞാനൊന്നുകൂടി സേവ് ചെയ്ത് വെക്കുകയാണ്. ആ ഡീറ്റെയിൽസ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു.
എന്നിട്ട് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഹോമിലേക്ക് പോകുന്നു. എന്നിട്ട് എക്സാം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ രജിസ്ട്രേഷനിലേക്ക് തന്നെ പോവുകയാണ്. എക്സാം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തു ശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ലിങ്ക് 1829 ലിങ്ക് ഉണ്ടാവും. നമുക്ക് 6th സെമ്മിന് അപ്ലൈ ചെയ്യേണ്ട SDEയുടെ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് മൊബൈലിലേക്കൊരു OTP വന്നിട്ടുണ്ടാവും. അതിൻ്റെ ബാർകോഡ് ചലാൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി നമ്പർ അതിൻ്റെ കൂടെ തന്നെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും സെക്യൂരിറ്റി നമ്പർ, അതും കൊടുത്ത് വാലിഡേറ്റ് എന്ന് കൊടുക്കുക. വാലിഡേറ്റ്. ഓക്കെ, ഇത് മൊബൈലിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ വരും. അത് വാലിഡേറ്റ് എന്ന് കൊടുത്താൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസ് മൊത്തം കാണിക്കും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഗോ അടിക്കുമ്പോൾ നമ്മുടെ ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആദ്യം അടക്കുമ്പോൾ ₹1 അടച്ച് ചെക്ക് ചെയ്യാം, ഇങ്ങനെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽസ് കാണിക്കുന്നില്ലെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ സബ്ജക്റ്റുകളും ടിക്കറ്റ് അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി. യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൂടെ ചലാൻ കൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ 2 പേപ്പറും, ഈ രജിസ്ട്രേഷൻ പേപ്പറും ചലാനിന് നേരത്തെ അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാനൊരു ഓപ്ഷൻ കണ്ടല്ലോ, ആ ചലാനും പ്രിൻ്റ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എത്തിക്കണം. ഒന്നെങ്കിൽ പോസ്റ്റിൽ വഴി അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി അവിടെ യൂണിവേഴ്സിറ്റിയുടെ ബോക്സിൽ കൊണ്ടിടാം. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ട കാര്യം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.